അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയോട് ഈശോ പറയുന്ന വചനങ്ങളാണിവ, ആശ്വാസത്തിൻ്റെ വചനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മോടും കർത്താവ് ഇത് തന്നെ ഓരോ അവസരത്തിലും പറയുന്നുണ്ട്. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭകനായ പിശാച് നൽകുന്ന ഒരു തെറ്റായ ചിന്ത ചെറുപാപങ്ങൾ ചെയ്യാമെന്നാണ്. ചെറുപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, ചെറുപാപങ്ങൾ വലിയ പാപങ്ങളിലേക്കുള്ള വഴിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ വെള്ളമിരിക്കുന്നു. ആ പാത്രത്തിന് വലിയ കിഴുത്ത, വലിയ ഓട്ടയുണ്ടെങ്കിൽ തീർച്ചയായും ആ പാത്രത്തിലെ വെള്ളം ചോർന്നു പോകും. അതുപോലെ തന്നെ ആ പാത്രത്തിന് കുറേയേറെ ചെറിയ കിഴുത്തകളുണ്ടെങ്കിൽ ആ വഴിക്കും വെള്ളം പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറുപാപങ്ങൾ അഥവാ ലഘുപാപങ്ങൾ. ഈ ലഘുപാപങ്ങൾ നമ്മിലെ വരപ്രസാദ അവസ്ഥയെ നഷ്ടപ്പെടുത്തുന്നതിന് വഴിയായി മാറും. അതുകൊണ്ട് പലരെയും പിശാച് പ്രലോഭിപ്പിക്കുന്നു. നീ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നീ കൊലപാതകം ചെയ്യുന്നില്ലല്ലോ, മോഷണം നടത്തുന്നില്ലല്ലോ, വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ ലഘുപാപങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് പിശാച് പറയുന്നു. ഓർക്കാൻ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിലെ ലഘുപാപങ്ങൾ, ചെറിയ പാപങ്ങൾ വലിയ പാപങ്ങളിലേക്കുള്ള വഴി തന്നെയാണ്. അതുകൊണ്ട് ചെറുപാപങ്ങളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ, ആ ചെറുപാപങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനുള്ള വഴിയായി മാറും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കാൻ തക്ക വിധം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വരപ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന് ഇടയാകുന്നതിനായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെറുപാപങ്ങൾ പോലും ഒഴിവാക്കാൻ കർത്താവെ കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.